ഗൈസ് സമയം 11:50 അപ്പോൾ അവർ രണ്ടുപേരും പോയി ഉറങ്ങി. അച്ഛനും അമ്മയും പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ അവർ വിളിച്ചുണർത്തണം. അത് ഇച്ചിരി ഒരു ടാസ്ക്കുള്ള പരിപാടിയാണ്, കാരണം അവർ ടയേർഡായിട്ടൊക്കെയാണ് ഉറങ്ങുന്നത്. ഗൈസ് അപ്പോൾ കേക്കെല്ലാം ഇവിടെ സെറ്റാണ്. ഞാൻ ഇവിടെ കേക്കെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇന്ന് നിങ്ങളെ ബർത്ത്ഡേ ആണ്. ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഫാസ്റ്റ് ട്രാക്കിലാണ് കേട്ടോ. നമ്മുടെ പട്ടം ഫാസ്റ്റ് ട്രാക്കിലാണ്. അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ചെറിയൊരു ഗിഫ്റ്റ് മേടിക്കണമായിരുന്നു. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വാച്ച് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ഇന്നേ വരെ ഞാൻ അങ്ങനെ വലിയ ഗിഫ്റ്റുകളൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു ഗിഫ്റ്റ് ഇത്തവണ കൊടുക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പ്ലാൻ ചെയ്ത് വന്നതാണ്. ഇപ്പോൾ പട്ടത്താണ് നിൽക്കുന്നത് ഫാസ്റ്റ് ട്രാക്കിൽ. അപ്പോൾ ഞാനൊരു വാച്ച് ഓൾറെഡി സെലക്ട് ചെയ്തു. ബില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ വാച്ചസ് ഉണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം പൈസ ഇത്തിരി കൂടുതലാണ് ഗൈസ്. ബഡ്ജറ്റ് അത്രയില്ല. അപ്പോൾ ഞാനൊരു അല്ലാതൊരു നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയൊരു വാച്ച് ഞാൻ എന്തായാലും മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വില കണ്ടോ? 10,000 രൂപ ഈ വാച്ച്. ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കടയിൽ പോയിട്ട് ഒരു കുഞ്ഞ് പീസ് കേക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വലിയ കേക്ക് മേടിച്ച് കഴിഞ്ഞാൽ ആരും ഇവിടെ കഴിയത്തില്ല. അപ്പോൾ അത് വേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കടയിൽ പോയിട്ട് ഒരു കുഞ്ഞ് പീസ് കേക്ക് മേടിച്ചിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയി നൈസായിട്ട് വന്നപ്പോഴേ എൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ എന്താണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിക്കേണ്ട സാധനമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നൈസായിട്ട് ഇത് കൊണ്ട് ഇനി ഫ്രിഡ്ജിൻ്റെ അകത്ത് വയ്ക്കണം. തുറന്ന് നോക്കുമോ ഇല്ലെന്നൊന്നും അറിയില്ല. എന്തായാലും ഗിഫ്റ്റ് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യില്ല, അത് 100% ഉറപ്പാണ്. കാരണം ബർത്ത്ഡേ ഓർമ്മ കാണുമെന്ന് തന്നെ എന്തായാലും അമ്മ എക്സ്പെക്റ്റ് ചെയ്യത്തില്ല. കാരണം ഞാൻ ഓർത്ത് വയ്ക്കുമെന്ന് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാധനം നമുക്ക് എന്തായാലും ഫ്രിഡ്ജിൻ്റെ അകത്ത് കൊണ്ടുവയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഒരു 12 മണിയാകുമ്പോൾ വിളിച്ചുണർത്തിയിട്ട് ഒരു കുഞ്ഞൊരു ക്യാൻഡിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കത്തിച്ചിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. ഓക്കെ, അതാണ് പ്ലാൻ. നടന്നാൽ മതിയായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. കഴിക്കാനല്ലേ? അവളെങ്ങനെ പറയിപ്പിച്ചില്ല. അച്ഛനൊന്നുമില്ല. ഞാൻ പണമൂല ക്ഷേത്രത്തിൽ പോയിരുന്നു ഗൈസ്. ഞാൻ നൈസായിട്ട് ഞാൻ അകത്ത് കൊണ്ട് വെച്ചു കേട്ടോ. ഇനി എടുത്ത് നോക്കുമോ കേട്ടോ. എന്തായാലും ക്യാൻഡിൽ ഞാൻ എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ ഡൗട്ട് അടിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അടിച്ചാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. എന്തായാലും 12 മണിക്ക് എന്തായാലും വിളിച്ചെണീപ്പിച്ചിട്ട് നമ്മൾ ഈ ഒരു സർപ്രൈസ് കൊടുക്കും. എന്തായാലും സർപ്രൈസ് ആവും ഗൈസ്. സമയം 11:50 കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും പോയി ഉറങ്ങി. അച്ഛനും അമ്മയും പോയി കിടന്നുറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ അവർ വിളിച്ചുണർത്തണം. അത് ഇച്ചിരി ഒരു ടാസ്ക്കുള്ള പരിപാടിയാണ്, കാരണം അവർ ടയേർഡായിട്ടൊക്കെയാണ് ഉറങ്ങുന്നത്. പക്ഷെ എന്നാലും നമുക്കിതൊരു സർപ്രൈസ് പരിപാടി ആയതുകൊണ്ട് നമുക്ക് എന്തായാലും വിളിച്ചുണർത്തിയേ പറ്റുള്ളൂ. അപ്പോൾ സമയം ഇപ്പോൾ 11:50 കേട്ടോ. കാണിച്ചു തരാം. 11:51 കേട്ടോ. അപ്പോൾ അവരെ നൈസായിട്ട് പോയി നമുക്ക് അതിന് മുന്നേ ഒന്ന് സെറ്റ് ചെയ്യണം. കേക്ക് എന്തായാലും ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ കേക്ക് എടുക്കണം. കേക്ക് എടുത്തിട്ട് അതിൽ ക്യാൻഡിലൊന്ന് സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവരെ ഒന്ന് വിളിച്ച് ഒന്ന് ഉണർത്തണം ഗൈസ്. അപ്പോൾ കേക്കെല്ലാം ഇവിടെ സെറ്റാണ്. ഞാൻ ഇവിടെ കേക്കെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഗിഫ്റ്റ് കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് പോയി ആളെ വിളിച്ചുകൊണ്ട് വരാം. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. ആദ്യം നമുക്ക് ലൈറ്റും എല്ലാം ഇടാം. Many many happy returns of the day.
ഇന്ന് നിങ്ങളെ ബർത്ത്ഡേ ആണ്. ആ മറന്നല്ലേ? അയ്യോ നാളെയാ? നാളല്ല, ഡേറ്റ് ഇന്നാണ് അമ്മയുടെ ബർത്ത്ഡേ, മെയ് 14. ഓക്കെ, അപ്പൊ കേക്ക് കട്ടി. മണി 12 ഓക്കെ. അതൊക്കെ ഞാൻ ഒപ്പിച്ച്. അപ്പൊ ആദ്യം കേക്ക് കട്ടി പെട്ടെന്ന്. ഓക്കെ, കട്ടി കട്ടി. പോയി കിടന്ന് ഉറങ്ങാനോ? അച്ഛനും ഉറങ്ങണോ? ആ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ ഇത്. അതെനിക്കറിയാലോ. എന്റെ ജീവിതത്തില് ആദ്യമായിട്ട് 52 വയസ്സായ എനിക്ക് 52 വയസ്സായ എനിക്ക് അടികൂടല്ലേ നിങ്ങൾ? എന്റെ മോൻ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു സമ്മാനം. പല്ല് തേച്ചോ? പല്ല് തേച്ചിട്ട് എടാ, ഇത് കണ്ടിക്കണോ? ഞാൻ ഇന്നുവരെയും ബർത്ത്ഡേ ആഘോഷിച്ചില്ല. താങ്ക് യു. ബർത്ത്ഡേ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ലൈറ്റ് ഇട എന്താ സൂപ്പർ. കെട്ടി വെക്കാൻ നോക്കട്ടെ. മെയ് 14 അമ്മയുടെ ബർത്ത്ഡേ കേട്ടാ. മെയ് 14 ഐഡിയിലെല്ലാം മെയ് 14. നമ്മൾ ഇതുവരെയും ഡേറ്റ് ആഘോഷിച്ചില്ല, പക്ഷെ നാളെ ആഘോഷിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ കേട്ടോ. അപ്പോൾ മെയ് 14 അമ്മയുടെ ബർത്ത്ഡേ. അമ്മ എന്തായാലും സർപ്രൈസ്ഡ് ആയി guys. നമ്മുടെ ഓ ഓക്കെ. അപ്പൊ എന്തായാലും സർപ്രൈസ് ഭയങ്കര ഒരു സർപ്രൈസ്. എന്നാ അപ്പൊ ഇത് പ്രതീക്ഷിച്ചില്ല അല്ലേ? പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ്. ആ, അപ്പൊ അതല്ലേ സർപ്രൈസ് എന്ന് പറയുന്നത്. പ്രതീക്ഷിക്കാതെ കിട്ടുന്നതിനാണ് സർപ്രൈസ്. ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു, എനിക്ക് 52-ാമത്തെ വയസ്സിൽ എന്റെ മോനോട് പറ്റിയൊരു സമ്മാനം. പിന്നെ മോനല്ലേ തരാനുള്ള പോലെ സ്നേഹം മാത്രം. ഓക്കെ, അപ്പൊ എന്തായാലും പോയി കിടന്ന് ഉറങ്ങട്ടെ. ബാക്കി നമുക്ക് നാളെ നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ബർത്ത്ഡേ ആണെന്ന് അറിയാം, ചേട്ടൻ അറിയാം ബർത്ത്ഡേ ആണെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു 2 ദിവസം മുന്നേ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അവനറിയാം. അപ്പോൾ അവൻ പറഞ്ഞ് കേക്ക് മേടിക്കുക, കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും കട്ട് ചെയ്തു. അപ്പോൾ നാളെ രാവിലെ വിളിക്കുമ്പോൾ ഇനിയിപ്പോൾ അമ്മ എന്തായാലും ചേട്ടൻ്റെ അടുത്ത് പറ. ഓക്കെ, ഞാൻ എന്താന്ന് പറയാം, എന്താ ഞാനൊന്നും ഒരു ആഘോഷിച്ചിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല. ഞാൻ ബർത്ത്ഡേ എന്നാണെന്ന് പോലും അറിഞ്ഞിട്ടില്ല. അപ്പൊ അതുപോലെ മറന്നിരിക്കുക. വൃശ്ചിക മാസത്തിൽ വരുന്ന എന്റെ നാള് നോക്കും, അമ്പലത്തിൽ പോകും. ഇനി അങ്ങനെയല്ല, നമ്മൾ ഡേ ആണ് ആഘോഷിക്കേണ്ടത് കേട്ടാ. ഡേയും ആഘോഷിക്കണം. അപ്പൊ നമ്മളെ മെയ് 2, എന്റെ മെയ് 2 അല്ലേ? അപ്പൊ മെയ് 2 അല്ലേ ആഘോഷിക്കണം. അതുപോലെ ഇതും ചെയ്യണം. ബാക്കി ഇഷ്ടപ്പെട്ടല്ലോ, അപ്പൊ മാറ്റിയൊന്നും വേണ്ടല്ലോ. അമ്മി എന്തായാലും സർപ്രൈസ് ആയി ഗൈസ്. നമ്മുടെ പ്ലാൻ സക്സസ്ഫുൾ ആയി. ഇനി എന്തായാലും അവർ പോയി കിടന്നുറങ്ങട്ടെ. ഞാനും പോയി കിടന്നുറങ്ങാൻ പോകുന്നു. ബൈ ബൈ.